ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും കാനഡയും ജനാധിപത്യത്തിനും മാനവരാശിക്കും വേണ്ടി കൂട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് നിശബ്ദ പ്രചാരണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന റേഡിയോ നെല്ലിക്ക മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പ്ലസ് 1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. കേരളത്തിൽ കാലവർഷം സജീവം. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രാധാന്യമേറിയതാണെന്നും ജനാധിപത്യത്തിനും മാനവരാശിക്കും വേണ്ടി ഇരു രാജ്യങ്ങളും കൂട്ടായി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി G7 ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ഡെസ്ക് റിപ്പോർട്ട്. G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യങ്ങൾ, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുത്തു. G7 ഉച്ചകോടിയിൽ തുടർച്ചയായി 6ാം തവണയാണ് പ്രധാനമന്ത്രി സംബന്ധിക്കുന്നത്. നിർണായക ആഗോള വിഷയങ്ങളിൽ G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരുമായും അദ്ദേഹം അഭിപ്രായങ്ങൾ കൈമാറി. ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ജർമ്മനി, ഫ്രാൻസ്, മെക്സിക്കോ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ജർമ്മനി നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ചാൻസലർ ഫ്രെഡറിക് മെർസിനോട് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. അതിർത്തി ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് മെക്സിക്കോ നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിനോട് നന്ദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്റോണി അൽബനീസ് തുടങ്ങിയവരുമായും മോദി ഉച്ചകോടിക്കിടെ സംസാരിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ 10 കോടി 33 ലക്ഷത്തിലേറെ സൌജന്യ LPG കണക്ഷൻ ഇതുവരെ വിതരണം ചെയ്തതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഹരിത സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ച് രാജ്യം ഊർജ്ജ സുരക്ഷാ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെയും പൊതുമേഖലാ എണ്ണ കമ്പനികളുടെയും അവലോകന യോഗത്തിൽ പറഞ്ഞു. സൌരോർജ്ജ അടിസ്ഥാന മേഖലയുടെ വിപുലമായ ശൃംഖല രാജ്യത്ത് പൂർത്തിയായി വരികയാണെന്നും ഇതിനകം 88,000-ൽ പരം ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചതായും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് മിഷനിലൂടെ രാജ്യം ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ 77 കോടി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡുകൾ വിതരണം ചെയ്തതായും ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അവർ പറഞ്ഞു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 163 പേരുടെ DNA സാമ്പിളുകൾ തിരിച്ചറിഞ്ഞതായി സിവിൽ ഹോസ്പിറ്റൽ കേന്ദ്രങ്ങൾ അറിയിച്ചു. ഇതിൽ 124 പേരുടെ ശരീരങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. രാവിലെ 24 ശരീരങ്ങൾ കൂടി വിട്ടുകൊടുക്കും. ഇതോടെ DNA പരിശോധന അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ സഹകരണത്തോടെ നിയമ ഫോറൻസിക് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. എയർ ഇന്ത്യ ആഭ്യന്തര എഞ്ചിനീയറിംഗ് ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് യൂണിറ്റുകൾക്കിടയിൽ ഏകോപനം ശക്തമാക്കണമെന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ നിർദ്ദേശം നൽകി. ആവശ്യമായ യന്ത്രഭാഗങ്ങൾ കാലതാമസമില്ലാതെ ലഭ്യമാക്കണം. എയർ ഇന്ത്യ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും DGCA ആവശ്യപ്പെട്ടു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗമാണ് എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് നിശബ്ദ പ്രചാരണം. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അവസാന മണിക്കൂറുകളിൽ വോട്ടർമാരെ നേരിൽ കാണും. ആകാശവാണി പ്രതിനിധി M. സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്. നിലമ്പൂർ മനസ്സു തുറക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്നത്തെ ദിവസം അവസാനവട്ട അവലോകനങ്ങൾക്കും വ്യക്തിപരമായ സന്ദർശനങ്ങൾക്കുമായാണ് സ്ഥാനാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും 7 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ എക്കാലത്തും രാഷ്ട്രീയ ബലാബലത്തിൽ UDFും LDFും ഏറെക്കുറെ തുല്യ ശക്തികളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അടിയൊഴുക്കുകൾ പോലും ഇവിടെ നിർണായകവുമാണ്. 3 ആഴ്ചക്കാലം നീണ്ട ശക്തമായ പ്രചാരണം 2,30,000-ലധികം വരുന്ന വോട്ടർമാരിലുണ്ടാക്കിയ ചലനവും അവർ കൈക്കൊള്ളുന്ന തീരുമാനവും എല്ലാ പ്രവചനങ്ങൾക്കും അതീതമാണ്. മുന്നണികൾ സകല ശക്തിയുമെടുത്ത് ആഞ്ഞടിച്ച കലാശക്കൊട്ടിന് ശേഷവും ആർക്കാണ് നിലമ്പൂരിൽ മേൽക്കൈ എന്നത് പ്രകടമല്ലെന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണുണ്ടായത്. ശക്തമായ ചതുഷ്കോണ മത്സരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് നിലനിർത്താനായാൽ LDF സ്ഥാനാർത്ഥി സ്വരാജിനും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനും വിജയം സാധ്യമാകും. പക്ഷേ 2 മുന്നണികളുടെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും നിഷ്പക്ഷരും NDAയുടെ മോഹൻ ജോർജും സ്വതന്ത്രൻ PV അൻവറും ഉണ്ടാക്കുന്ന സ്വാധീനം മത്സരഫലത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും.
സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന റേഡിയോ നെല്ലിക്ക മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ആത്മഹത്യ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നിവ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ബാലാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് റേഡിയോ നെല്ലിക്കയുടെ തുടക്കം. ലോകത്തെവിടെ നിന്നും 24 മണിക്കൂറും റേഡിയോ കേൾക്കാൻ കഴിയും. തുടക്കത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 4 മണിക്കൂറാണ് പ്രക്ഷേപണം. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റേഡിയോ നെല്ലിക്ക ഡൌൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ പ്ലസ് 1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രാവിലെ 9-ന് സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ്. അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം 3,40,000-ൽ പരം വിദ്യാർത്ഥികൾ പ്ലസ് 1 പ്രവേശനം നേടിയതായി മന്ത്രി പറഞ്ഞു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കും. 23 മുതൽ 27 വരെ സേ പരീക്ഷ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പോളിടെക്നിക് പ്രവേശനത്തിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് ശനിയാഴ്ച വൈകിട്ട് 5 വരെ സമയം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം സജീവമായി തുടരുന്നു. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള തീരത്ത് ഇന്ന് മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതിയിൽ ഇന്നലെ 2 പേർ മരിച്ചു. വേങ്ങേരി തടമ്പാട്ടുതാഴം പെട്രോൾ പമ്പിന് സമീപത്തെ ഓവുചാലിൽ വീണ് കല്ലൂട്ടിവയലിലെ ഷംസീറാണ് മരിച്ചവരിൽ ഒരാൾ. അന്നശ്ശേരി കുളങ്ങരത്തു താഴത്ത് നക്ഷത്രയെന്ന 3 വയസ്സുകാരി വീടിന് സമീപം തോട്ടിൽ വീണും മരിച്ചു. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്തെ 29 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ 446 തസ്തിക കൂടി കണ്ടെത്തി അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ഇതോടെ സംവരണ തസ്തികയുടെ എണ്ണം 1902 ആയി. ഭിന്നശേഷി സംവരണം 3%-ൽ നിന്ന് 4%-ആയി വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർവെയ്പ് ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ചു. ഇന്ന് ഇളനീരുകൾ കൊത്തിയൊരുക്കി രാത്രിയോടെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യും. ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഇന്നാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രമാണിച്ച് തിരുവനന്തപുരം നോർത്ത് മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസിന് തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശ പൂജകൾ ഇന്ന് ആരംഭിക്കും. 3 ദിവസത്തെ പൂജകൾക്കൊടുവിൽ വെള്ളിയാഴ്ച രാവിലെ 10:15-നും 11-നും ഇടയിലെ മുഹൂർത്തത്തിലാണ് അഷ്ടബന്ധ കലശം. 18 വർഷത്തിന് ശേഷമാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം നടത്തുന്നത്. ഹൃദ്രോഗ ചികിത്സകൻ ഡോക്ടർ കെ കുഞ്ഞാലിയുടെ ആത്മകഥ ഡോക്ടർ ഹാർട്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പ്രകാശനം ചെയ്തു. ഹൃദ്രോഗ ചികിത്സയിലെ വ്യത്യസ്തവും ചെലവ് കുറഞ്ഞതുമായ ചികിത്സാ സമ്പ്രദായം കണ്ടെത്തി നടപ്പാക്കാൻ ഡോക്ടർ കുഞ്ഞാലിക്ക് കഴിഞ്ഞതായി ശ്രീധരൻപിള്ള പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ 1000 പേരുടെ മെഗാ യോഗ പ്രദർശനവും യോഗ ഫ്യൂഷൻ ഡാൻസും സംഘടിപ്പിക്കുമെന്ന് യോഗ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. 21-ന് വൈകിട്ട് 4-ന് കണ്ണൂർ പോലീസ് മൈതാനം ടർഫിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണത്തിന് നടപടികൾ പൂർത്തിയായി. സംസ്ഥാനത്ത് അനുവദിച്ച മണ്ണെണ്ണ ഏറ്റെടുക്കാൻ കഴിയാത്തതിനാൽ വിഹിതം നഷ്ടപ്പെടുമെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ജി ആർ അനിലിന്റെ ഓഫീസ് അറിയിച്ചു. മണ്ണെണ്ണ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. കാസർകോട് ജില്ലയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രസംഘം സംതൃപ്തി അറിയിച്ചു. ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്രസംഘം കാസർകോട് ജില്ലയിൽ സന്ദർശനം നടത്തിയിരുന്നു. അടുത്ത മാർച്ച് വരെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ വിവരം ലഭ്യമാക്കാൻ കേന്ദ്രസംഘം ആവശ്യപ്പെട്ടു. കോഴിക്കോട് കളക്ടറേറ്റിലെ എല്ലാ ഓഫീസുകളെയും ഒക്ടോബർ 15-ന് വിവരാവകാശ സൌഹൃദ ഓഫീസുകളാക്കി മാറ്റും. ഇന്നലെ ജില്ലാ കളക്ടറുമായി വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ന് ഓട്ടിസ്റ്റിക് പ്രൈഡ് ദിനം. ഓട്ടിസം ബാധിച്ച വ്യക്തികളെയും അവരുടെ കഴിവുകളെയും ആഘോഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. ഓട്ടിസം ഒരു രോഗമല്ല, അവസ്ഥയാണെന്ന അവബോധം വളർത്തിയെടുക്കുന്നതിനാണ് ദിനാചരണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും കാനഡയും ജനാധിപത്യത്തിനും മാനവരാശിക്കും വേണ്ടി കൂട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് നിശബ്ദ പ്രചാരണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന റേഡിയോ നെല്ലിക്ക മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പ്ലസ് 1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. കേരളത്തിൽ കാലവർഷം സജീവം. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.